ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള വികസിത് ഭാരത് യുവനേതൃ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. 3000-ഓളം യുവനേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും. ആരോഗ്യം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ മികച്ച പുരോഗതി കൈവരിക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി ഇന്ന് കൊച്ചി കയർ ബോർഡ് ആസ്ഥാനം സന്ദർശിക്കും. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് നാടിന്റെ യാത്രാമൊഴി. എരുമേലിയിൽ മകരവിളക്കിന് മുന്നോടിയായുള്ള പേട്ടതുള്ളൽ ആരംഭിച്ചു. 2ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. വാർത്തകൾ വിശദമായി. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന വികസിത് ഭാരത് യുവനേതൃ സംവാദം 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള 3000-ഓളം യുവ നേതാക്കളുമായി ശ്രീ മോദി സംവദിക്കും. ആരോഗ്യം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ മികച്ച പുരോഗതി കൈവരിക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. തുറമുഖ വികസനം, ദേശീയപാത വികസനം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സ്വകാര്യ ചാനലിന്റെ ബിസിനസ് കോൺക്ലേവിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേന്ദ്ര സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ മന്ത്രി ജിതൻ റാം മാഞ്ചി ഇന്ന് കേരളത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കൊച്ചിയിലെ കയർ ബോർഡ് ആസ്ഥാനം, അരൂർ, ചേർത്തല എന്നിവിടങ്ങളിലെ കയർ നിർമ്മാണ യൂണിറ്റുകൾ എന്നിവ കേന്ദ്രമന്ത്രി സന്ദർശിക്കും. ഭാവഗായകൻ പി ജയചന്ദ്രന് മലയാളക്കര കണ്ണീരോടെ വിട നൽകുന്നു. ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മനുറക്കമായി ഉണർത്തരുതേ. പാലിയത്ത് തറവാട്ട് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകും. മന്ത്രിമാരായ ആർ ബിന്ദുവും എം പി രാജേഷും സജി ചെറിയാനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പാലിയത്തെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. പ്രിയ ഗായകന് ആദരാഞ്ജലി അർപ്പിക്കാൻ 100 കണക്കിന് ആളുകൾ പാലിയത്തെ വീട്ടിലും എത്തി. കാലാതിവർത്തിയായ 10,000-ലേറെ ഗാനങ്ങളിലൂടെ പി ജയചന്ദ്രൻ എന്ന ഗായകൻ ഇനിയും ഓർമ്മകളിൽ ജീവിക്കും. രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയിലെ ധാതു ബ്ലോക്കുകളുടെ ആദ്യഘട്ട ലേലവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഖനി മന്ത്രാലയം സംഘടിപ്പിച്ച റോഡ് ഷോ കൊച്ചിയിൽ മന്ത്രാലയം സെക്രട്ടറി വി എൽ കാന്തറാവു ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക സാമ്പത്തിക മേഖലയിലെ സമുദ്രധാതുക്കൾ കണ്ടെത്തി ഖനനം ചെയ്യുന്നതിനുള്ള അവസരമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. കൊല്ലം ജില്ലയ്ക്ക് സമീപം കടലിൽ 3 ബ്ലോക്കുകളും ഗുജറാത്തിലെ പോർബന്ധറിന് സമീപം കടലിൽ 3 ബ്ലോക്കുകളും നിക്കോബാർ ദ്വീപുകളുടെ സമുദ്രമേഖലയിൽ 7 ബ്ലോക്കുകളുമാണ് ആദ്യഘട്ട ലേലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമല തീർത്ഥാടനത്തിലെ പ്രധാന ഇടത്താവളമായ എരുമേലിയിൽ മകരവിളക്കിന് മുന്നോടിയായി പേട്ടതുള്ളൽ ആരംഭിച്ചു. അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലാണ് രാവിലെ ആരംഭിച്ചത്. 3 മണിയോടെ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടകെട്ട് ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. രാവിലെ അയ്യപ്പന്റെ സ്വർണ്ണത്തിടപ്പിന് മുന്നിൽ പേട്ടപ്പണം സമർപ്പിച്ച് സംഘം തയ്യാറെടുത്തു. ചെറിയമ്പലം എന്നറിയപ്പെടുന്ന പേട്ട ശാസ്താക്ഷേത്രത്തിൽ അമ്പു പൂജിച്ച് മുഹൂർത്തമറിയിച്ച് മാനത്ത് പരുന്തെത്തിയതോടെ സംഘം പേട്ടതുള്ളൽ ആരംഭിച്ചു. മേലാകെ വർണ്ണങ്ങൾ വാരിപ്പൂച്ചി സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ പേട്ടതുള്ളിയെത്തിയ സംഘത്തെ വാവരുപള്ളി എന്നറിയപ്പെടുന്ന നൈനാർ ജുമാ മസ്ജിദിൽ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിച്ചു. മഹല്ല് മുസ്ലിം ജമാഅത്ത് ഭാരവാഹികളുടെ ആദരം ഏറ്റുവാങ്ങി വാവരുടെ പ്രതിനിധി TH ആസാദിനെയും കൂട്ടി സംഘം വലിയമ്പലം എന്നറിയപ്പെടുന്ന എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് 3 മണിയോടെ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കും. മകരവിളക്കിനൊരുങ്ങി സന്നിധാനവും പരിസരവും. മകരസംക്രമ പൂജയ്ക്കായി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. ജ്യോതി ദർശനത്തിനായി പർണശാലയൊരുക്കി തീർത്ഥാടകർ കാത്തിരിപ്പ് തുടങ്ങി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്.
മഞ്ചേരിയിലെ ചെങ്ങണ ബൈപ്പാസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് റോഡ്സ് ആൻഡ് മെയിന്റനൻസ് വിഭാഗത്തിന് നിർദ്ദേശം നൽകി. മഞ്ചേരിയിൽ നടന്ന താലൂക്ക് തല അദാലത്തിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 5ാം ദിനത്തിലേക്ക് കടന്നു. വിവിധ ചാനൽ ചർച്ചകൾ, സംവാദങ്ങൾ, പുസ്തക പ്രകാശനങ്ങൾ തുടങ്ങിയവ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നു. നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N. കൃഷ്ണകുമാർ ആകാശവാണി വാർത്തകളോട് പുസ്തകമേളയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം എഡിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ മറ്റ് എഡിഷനുകളെ സംബന്ധിച്ച് കുറച്ച് പ്രത്യേകതകൾ കൂടെ ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സ്റ്റുഡൻസ് കോർണർ തന്നെയാണ്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരുടെ കലാവൈഭവം പ്രകടമാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. ഇതുകൂടാതെ 180ഓളം പ്രസാധകർ 266 സ്റ്റാളുകളിലായിട്ട് പല മേഖലയിലെ പുസ്തകങ്ങളുമായി അതിഥികളെ കാത്ത് ഇരിപ്പുണ്ട്. ലോകോത്തരമായ ഒരു പുസ്തകമേളയോടൊപ്പം കിടപിടിക്കുന്ന രീതിയിൽ, ഒരുപക്ഷെ ലോക റെക്കോർഡ് തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന രീതിയിൽ ഈ പുസ്തകമേള മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം ബസേലിക്ക പള്ളിയിൽ സംഘർഷം. അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് ഹൌസിന് മുന്നിൽ പോലീസും വിശ്വാസികളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഹജ്ജ് കർമ്മത്തിന് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അപേക്ഷിച്ച് നറുക്കെടുപ്പിലൂടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ക്രമനമ്പർ 1712 മുതൽ 2208 വരെയുള്ള അപേക്ഷകർക്ക് കൂടി ഹജ്ജിന് അവസരം. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ഈ മാസം 23-നകം മുഴുവൻ തുകയും അടച്ച ശേഷം ഹജ്ജ് അപേക്ഷാ ഫോം ഉൾപ്പെടെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ സമർപ്പിക്കണം. അൽ മുക്താദിർ ജ്വല്ലറിയിലെ റെയ്ഡിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതായി ആദായ നികുതി വകുപ്പ്. കേരളത്തിൽ മാത്രം 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയത്. സംസ്ഥാനത്തെ 30 കടകളിലാണ് പരിശോധന നടത്തിയത്. 2ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് ഇന്ന് കോഴിക്കോട് തുടക്കമാവും. ഫറൂഖ് നല്ലൂർ EK നായനാർ സ്മാരക മിനി സ്റ്റേഡിയത്തിൽ രാത്രി 8:30 മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യ സർവകലാശാല അത്ലറ്റിക് മീറ്റിന് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. 2 ദിവസത്തെ മീറ്റിൽ 1500ഓളം വിദ്യാർത്ഥികൾ മത്സരിക്കുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങളാണ്. ബംഗളൂരു മുഹമ്മദൻസ് SCയെയും 2ാം മത്സരത്തിൽ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളിനെയും നേരിടും. അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ വർഷം ജനുവരി 22-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. ന്യൂഡൽഹിയിലെ കർത്തവ്യപാതയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 10,000 പ്രത്യേക അതിഥികളിൽ കേരളത്തിൽ നിന്നുള്ള 22 പേരും, പാലക്കാട്ട് നിന്നുള്ള തോൽപ്പാവക്കൂത്ത് കലാകാരൻ പത്മശ്രീ ജേതാവ് രാമചന്ദ്ര പുലവർ, ദേശീയ അവാർഡ് ജേതാക്കളായ വൈക്കോൽ കൊണ്ട് ചിത്രം രചിക്കുന്ന B. രാധാകൃഷ്ണപിള്ള, കരകൌശല വിദഗ്ധൻ PA ശശിധരൻ തുടങ്ങിയവർ ഇതിലുൾപ്പെടുന്നു. പ്രധാനമന്ത്രി യശസ്വി പദ്ധതിയുടെ കീഴിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 13 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശം നടത്തിയെന്ന പരാതിയിൽ BJP നേതാവ് PC ജോർജിനെതിരെ കേസെടുത്തു. ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്തത്. യൂത്ത് ലീഗാണ് പരാതി നൽകിയത്. പത്തനംതിട്ട ജില്ലയിൽ ദളിത് പെൺകുട്ടിയെ 5 വർഷത്തിലേറെയായി വിവിധയിടങ്ങളിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കിയ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 60-ലേറെ പേർക്കെതിരെയാണ് പെൺകുട്ടി മൊഴി നൽകിയത്. പ്രതിവർഷ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് കുതിപ്പുമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം. 2024 ജനുവരി മുതൽ ഡിസംബർ വരെ 49.17 ലക്ഷം പേർ തിരുവനന്തപുരം വിമാനത്താവളം വഴി യാത്ര ചെയ്തു. 2023 ഇത് 41.48 ലക്ഷമായിരുന്നു. 18.52% വർധന. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ എമർജൻസി മെഡിസിൻ വിഭാഗത്തെ ട്രോമ കെയറിന്റെയും ബേൺസ് ചികിത്സയുടെയും മികവിന്റെ കേന്ദ്രമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചു. ഓരോ വർഷവും 2 കോടി രൂപ വീതം മെഡിക്കൽ കോളേജിന് ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള വികസിത് ഭാരത് യുവനേതൃ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. 3000ഓളം യുവനേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും. ആരോഗ്യം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ മികച്ച പുരോഗതി കൈവരിക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി ഇന്ന് കൊച്ചി കയർ ബോർഡ് ആസ്ഥാനം സന്ദർശിക്കും. മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രന് നാടിന്റെ യാത്രാമൊഴി. എരുമേലിയിൽ മകരവിളക്കിന് മുന്നോടിയായുള്ള പേട്ടതുള്ളൽ ആരംഭിച്ചു. 2ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.